വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും NIOS ഒക്ടോബർ ബാച്ചിൻ്റെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും എക്സാം ഓറിയൻറ്റേഷന് ഒരുങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇന്ന് SSLCയിലെ സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചാപ്റ്റേഴ്സിൽ നിന്നും 20 മുതലുള്ള 27 വരെയുള്ള അധ്യായങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും അതിലെ ആൻസേഴ്സുകളുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങളെല്ലാവരും നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സുകൾ കണ്ട വിദ്യാർത്ഥികളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിപ്പോൾ ഈ സമയത്ത് ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നൈറ്റിലുള്ള ലൈവ് ക്ലാസ്സിൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ടോട്ടൽ സമ്മറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ പോയി കാണുക. നമ്മളുടെ ചാനലിൽ അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ലൈവ് എന്നുള്ള സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താ അല്ലേ? അവസാനത്തെ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ 21 മുതൽ നമ്മുടെ എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും ഉള്ള ഭാഗങ്ങൾ, അവസാന ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും മാത്രമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒരു നോട്ടും പേനയും നിർബന്ധമായിട്ടും കരുതണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഇവിടെ പറയുന്നത് മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് നിങ്ങൾക്ക് കൂടി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ എക്സാമിന് അത് എളുപ്പമാക്കാൻ സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ എക്സാം ഒന്നും കൂടി എളുപ്പമായി തോന്നും നിങ്ങൾക്ക്. ഓക്കെ, ആദ്യമായിട്ട് 21ാമത്തെ അധ്യായമായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ് അല്ലെ, രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സമ്മർദ്ദം അനുഭവിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ചുമാണ് നമുക്ക് എന്നുള്ള അധ്യായത്തെക്കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. 21ാമത്തെ അധ്യായമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? ഒരു ജനാധിപത്യ ഗവൺമെന്റിൽ രാഷ്ട്രീയ പാർട്ടിക്കുള്ള പങ്ക് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ, ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള പങ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫെസിലിറ്റേറ്റ് പാർട്ടിസിപ്പേഷൻസ് ഇൻ എലക്ഷൻസ് അല്ലേ, നമ്മളുടെ ആളുകളെ പങ്കെടുപ്പിക്കുന്നത്, ഇലക്ഷനുകളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് ആര് മുഖേനയാണ്? പൊളിറ്റിക്കൽ പാർട്ടികൾ മുഖേനയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായത് കൊണ്ടാണ് ഒരുപാട് ആളുകളെ തൻ്റെ ഭാഗങ്ങളിൽ ഇലക്ഷനൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഫോർമുലേറ്റ് പോളിസീസ്, പല നയങ്ങളും നടപ്പിലാക്കാൻ അവർ വേണം, രാഷ്ട്രീയ പാർട്ടികൾ വേണം എന്നുള്ളതാണ്. ആൻഡ് റെപ്രസെൻറ്റ് സിറ്റിസൺസ് ഇൻട്രസ്റ്റ് ഇൻ ഗവൺമെന്റ്സ് അല്ലെ, ഗവൺമെന്റിലെ അധികാരത്തിൽ ഒരു കാര്യം കൈകാര്യം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺസ് അല്ലെ, പൗരന്മാർക്ക് ഇൻട്രസ്റ്റ് നൽകുന്നതും ഇങ്ങനെ പ്രതിനിധീകരിക്കുന്നതും ആരാണ്? രാഷ്ട്രീയ പാർട്ടികൾ മുഖേനയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങളാണ്, ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. ഓക്കെ, ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ, പൊളിറ്റിക്കൽ പാർട്ടിയുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ മെയിൻ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് വിത്ത് കോമൺ പ്രിൻസിപ്പൽസ് ആൻഡ് ഗോൾസ് അല്ലെ. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് വിത്ത് കോമൺ പ്രിൻസിപ്പൽസ് ആൻഡ് ലോസ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് തത്വങ്ങളൊക്കെ അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള പാർട്ടികളുണ്ട്. അവരുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതാണ്. മാത്രമല്ല സീക്കിംഗ് പൊളിറ്റിക്കൽ പവർ ത്രൂ കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് പോളിസീസ് ഇൻ പ്രാക്ടീസസ് അല്ലേ. അതായത് നമ്മളുടെ പല പവറുകളും അധികാരങ്ങളും ചോദിച്ചു വാങ്ങുവാൻ ഇങ്ങനെയുള്ള പാർട്ടികൾ വേണം അല്ലേ. പലപ്പോഴും പല ഭാഗങ്ങളിലും അടിച്ചമർത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരം ചെയ്തിട്ട് പല അവകാശങ്ങൾക്കും പടപൊരുത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യകത വലുത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു പ്രഷർ ഗ്രൂപ്പ് ഡിഫർ ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ്? പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും പ്രഷർ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? പ്രഷർ ഗ്രൂപ്പ്സ് പ്രൈമറിലി ഫോക്കസ് ഓൺ
influencing policies without seeking direct power will political parties contest elections and aim to govern. Okay, ഇത്രയും കാര്യങ്ങളാണ്. ദെൻ അതിലിനി രണ്ടാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ടെക്നിക്സ് ഡു പ്രഷർ ഗ്രൂപ്പ് എംപ്ലോയി ടു ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് ഡിസിഷൻസ് എന്നുള്ളതാണ് ഇതിന് ആൻസർ. അപ്പോൾ എന്താണ്, എന്തെല്ലാം ടെക്നിക്കുകളാണ് പ്രഷർ ഗ്രൂപ്പ് വഹിക്കുന്നത് ടു ഇൻഫ്ലുവൻസ് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതാണ് അതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഗ്രൂപ്പ് യൂട്ടിലൈസ് വേരിയസ് മെത്തേഡ്സ് such as lobbying, demonstration, petitions and strikes to exert influence to policy makers. അല്ലേ, നമ്മളുടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ സമ്മർദ്ദ വിഭാഗങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഡിസ്റ്റിങ്ക്വിഷസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഫ്രം പ്രഷർ ഗ്രൂപ്പ്സ്. അല്ലേ, നമ്മളുടെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ സമ്മർദ്ദ വിഭാഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അതിലെങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളതാണ്, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് സീക്സ് ടു പ്രൊമോട്ട് സ്പെസിഫിക് ഇൻട്രസ്റ്റ് വിത്തൗട്ട് നെസസറിലി എക്സേർട്ടിങ് പ്രഷർ ഓൺ ദ ഗവൺമെന്റ്. അല്ലെ, ഗവൺമെന്റിനെ പല രൂപത്തിലും പ്രഷർ ചെയ്തിട്ട് നമ്മളുടെ സമ്മർദ്ദ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലും രാഷ്ട്രീയ പാർട്ടികൾ കൂടെ തന്നെ പല കാര്യങ്ങളും അവകാശങ്ങളും ചോദിച്ചു വാങ്ങുന്നത് ഇങ്ങനെയുള്ള സമ്മർദ്ദ വിഭാഗങ്ങൾ വഴിയാണ്. അവരുടെ സ്ട്രൈക്കുകളും അല്ലെ സമരങ്ങളും അതുപോലെയുള്ള ഹർത്താലുകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെയുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഹൗ ഡു പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഇന്ററാക്ട് ഇൻ ഡെമോക്രസി? ഈ ഒരു ഡെമോക്രസിയിൽ ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത്? പാർട്ടികളും പൊളിറ്റിക്കൽ പാർട്ടികളും സമ്മർദ്ദ വിഭാഗങ്ങളും എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടീസ് മേ അലൈൻ വിത്ത് സർട്ടൈൻ പ്രഷർ ഗ്രൂപ്പ്സ് ടു ഗോയിങ് സപ്പോർട്ട് ഡ്യൂറിങ് ഇലക്ഷൻസ് വിൽ പ്രഷർ ഗ്രൂപ്പ്സ് അഡ്വക്കേറ്റ് ഫോർ ദർ ഇൻട്രസ്റ്റ്സ് ത്രൂ പൊളിറ്റിക്കൽ ചാനൽസ്. അല്ലെ, വല്ല വ്യത്യസ്തമായിട്ടുള്ള പൊളിറ്റിക്കൽ ചാനൽസ് ഒക്കെ നിലനിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ചാനൽ വഴിയായിരിക്കും. അവരുടെ അവകാശങ്ങളൊക്കെ അവർ ഇപ്പോഴും മാധ്യമങ്ങൾ വഴിയാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടാറുള്ളത്. അല്ലേ, ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് സം എക്സാമ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ ആൻഡ് ദർ ഐഡിയോളജീസ്? അവരുടെ ആദർശങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എക്സാമ്പിൾസ് ഇൻക്ലൂഡ് കോൺഗ്രസ്. അല്ലേ, കോൺഗ്രസിനെ നമുക്ക് ഉൾപ്പെടുത്താം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അല്ലേ, അതിൽ സോഷ്യലിസം സെക്യുലറിസം ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി BJP ലൈക്ക് നാഷണലിസം, പോസിറ്റീവ് സെക്യുലറിസം ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്. അല്ലേ, അതെന്തൊക്കെയാണ്? സോഷ്യലിസം അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഹൗ ഡു പ്രഷർ ഗ്രൂപ്പ്സ് കോൺട്രിബ്യൂട്ട് ടു ഡെമോക്രാറ്റിക് ഗവൺമെന്റ്സ്? അല്ലേ, ഡെമോക്രാറ്റിക് ഗവൺമെന്റിൽ അവർക്ക് എങ്ങനെയാണ് അവരുടേതായിട്ടുള്ള സംഭാവനകൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രഷർ ഗ്രൂപ്പ്സ് widen public participations, agriculture, devise interests and influence policy making progresses in democratic governments. Okay, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് 23ാമത്തെ അധ്യായമാണ്. ഇപ്പോൾ ഈ ഒരു 21ാമത്തെ അധ്യായത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഉള്ളത്. ഇനി 23ാമത്തെ അധ്യായത്തിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചലഞ്ചസ് ടു ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം 23ാമത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 23ാമത്തെ അധ്യായത്തിൽ ചലഞ്ചസ് ടു ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു അധ്യായത്തിൽ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു
ഡെമോക്രാറ്റിക് പാർട്ടികൾ, ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് രാജ്യങ്ങളാകുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിടാൻ പോകുന്നത് നോക്കാം. ഒന്നാമതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെമോക്രസി ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു എബ്രഹാം ലിങ്കൻ? അല്ലേ, എബ്രഹാം ലിങ്കനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. എബ്രഹാം ലിങ്കൻ ഡിഫൈൻഡ് ഡെമോക്രസി ആസ് ഗവൺമെന്റ്സ് ടു ദ പീപ്പിൾ. അല്ലെ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ജനങ്ങളുടെ ഗവൺമെന്റ് ആയിട്ടാണ് ഡെമോക്രാറ്റിക് രാജ്യത്തെ ഡെമോക്രസിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഫോർ ദ പീപ്പിൾ മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റും ജനങ്ങളുടെ ഗവൺമെന്റും ആൻഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങളാൽ ഇലക്ട് ചെയ്യുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ആയിട്ടാണ് അവിടെ എബ്രഹാം ലിങ്കൺ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് എംഫസൈസ് ദാറ്റ് ദ പവർ ഇൻ എ ഡെമോക്രസി റെസ്റ്റ് വിത്ത് ദ പീപ്പിൾ. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ഡെമോക്രാറ്റിക് രാജ്യത്ത് ജനങ്ങൾക്കാണ് എന്തുള്ളത്, പവറുകളുള്ളത്, ശക്തിയുള്ളത്, പവറുകളുള്ളത് എന്നുള്ളതാണ്. റിഫ്ലക്റ്റിംഗ് ദർ പാർട്ടിസിപ്പേഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഗവൺമെന്റ്. അല്ലേ, അവരുടെ പങ്കാളിത്തമൊക്കെ കൂടുതലും സ്വാധീനിക്കുന്നത്, ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡെമോക്രാറ്റിയുടെ പ്രാധാന്യം, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ എസെൻഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഫോർ എ കോംപ്രഹെൻസീവ് ഡെമോക്രസി? അല്ലെ, ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ എന്താണ് പ്രധാനപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ്? അപ്പൊ ഇതിന് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഫോർ ഡെമോക്രസി ഇൻക്ലൂഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻസ് for democracy include a constitutions that vest supreme power in the people, protection of human and fundamental rights, universal adult franchise, opportunities for political participations, responsible government and an enlightened public opinion എന്നുള്ളതാണ്. ഓക്കെ, നമ്മളുടെ പബ്ലിക് ഒപ്പീനിയൻസുകളൊക്കെ എൻലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഡെമോക്രാറ്റിക് നാഷൻസ് ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ഇല്ലിറ്ററസി അഫക്ട് ഇൻ ഇന്ത്യൻ ഡെമോക്രസി? ഇന്ത്യൻ ജനാധിപത്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിരക്ഷരത എന്നുള്ളത്. നിരക്ഷരത എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ആൻസർ. ഇല്ലിറ്ററസി പോസസ് എ ചലഞ്ച് ടു ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്, വെല്ലുവിളി ഉയർത്തുന്നതാണ് എന്ത്, ഇല്ലിറ്ററസി എന്ന് പറയുന്നത്. സിറ്റിസൻസ് അവയർനെസ്, ഇതൊക്കെ ജനങ്ങളിലുള്ള ബോധവൽക്കരണം ഇല്ലായ്മയാണ്. അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇഷ്യൂസ് ആൻഡ് എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് ഇൻ ദ ഇലക്ടറൽ പ്രോസസ് ഡിസ്പൈറ്റ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ലിറ്ററസി റേറ്റ്സ് disparities still exist, particularly among women, impacting the ഡെമോക്രാറ്റിക് പ്രോസസ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് റോൾ ഡസ് പോവർട്ടി പ്ലേ ഇൻ ഇന്ത്യൻ ഡെമോക്രസി? ഇന്ത്യൻ ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ നടക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പോവർട്ടിയെക്കുറിച്ചുള്ള പങ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ്. പോവർട്ടി അണ്ടർമൈൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡെമോക്രസി ബൈ ഡിനൈങ് ബേസിക് നെസസിറ്റീസ് ടു സിറ്റിസൻസ്, hindering their ability to exercise their rights meaningfully. It perpetuates socio-economic inequalities, posing challenges into inclusive governments and social justice എന്നുള്ളതാണ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്, ഹൗ ഡസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇമ്പാക്ട് ഇൻ ഇന്ത്യൻ ഡെമോക്രസി? ഇന്ത്യൻ ഡെമോക്രസിയിൽ എത്രത്തോളമാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എങ്ങനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ റിഫ്ലക്ട്സ് സിസ്റ്റമാറ്റിക് ഇനീക്വാലിറ്റീസ് ആൻഡ് അണ്ടർമൈൻസ് സെക്സ് റേഷൻസ് ആൻഡ് ലിമിറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻസ് ഹൈൻഡർ ദ റിയലൈസേഷൻ ഓഫ് ജെൻഡർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 പറയുന്നുണ്ട്. ഈ ഒരു അധ്യായത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ചലഞ്ചസ് ഡസ് കാസ്റ്റിസം
പോസ് ഇൻ ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയെ ബാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? നമ്മളുടെ ജാതി വ്യവസ്ഥയാണ്. ആ ജാതി വ്യവസ്ഥയോട് കുറിച്ച് അഭിപ്രായം എന്താണ്? ദ കേസ്റ്റ് സിസ്റ്റം perpetuates social inequalities, exploits caste consciousness for political gains, and undermines the principles of democracy. It hinders social choices, political responsibilities, and the eradications of socio-economic disparities. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതുകൊണ്ട് നിങ്ങൾ തന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ ലൈവ് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് അധ്യായമായിട്ടുള്ള 25-ാമത്തെ അധ്യായത്തെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് 25-ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താ? സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് ഡിസ്അഡ്വാൻറ്റേജസ് ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സമ്മർദ്ദ വിഭാഗങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ അധ്യായത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ സാമൂഹിക സാമ്പത്തിക വികസനത്തിൻ്റെ കൂടെ തന്നെ എംപവർമെൻറ്റ് ഓഫ് ഡിസ്അഡ്വാൻറ്റേജ് ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിഫൈൻ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമ്മളുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ ആൻസർ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് refers to the improvement in people's lifestyles through enhanced education, income, skills and employment opportunities എന്നുള്ളതാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എന്താണ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ പീപ്പിൾ ലൈഫ് സ്റ്റൈൽ, അല്ലേ? നമ്മളുടെ ജനങ്ങളുടെ ജീവിത രീതിയെ ഇംപ്രൂവ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ്? എൻഹാൻസ്ഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുക, സ്കില്ല് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഡിഫൈൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ കോമ്പണന്റ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, അല്ലേ? മാനുഷിക വികസനത്തിന്റെ കോമ്പണന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹ്യൂമൻ കോമ്പണന്റ്സ് encompass economic, social, political, cultural, educational, physical, biological, mental and emotional aspects of human life. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ദെൻ ഈ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI is a measure developed by the UNDP to assess to a country's level of development based in indicators like life expectancy, education and per capita income. വാർഷിക വരുമാനത്തിന്റെ തോതനുസരിച്ചാണ് ഇതൊക്കെ നോക്കുന്നത്. വിദ്യാഭ്യാസം നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ തന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് എ ഡെവലപ്മെന്റ് അപ്രോച്ച് ദാറ്റ് എയിംസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ അബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. സ്വന്തം ആവശ്യങ്ങൾ പുതുതലമുറ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ നടന്നുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളുടെ കാര്യങ്ങളെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതും കൂടിയാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ കോസ് ഓഫ് റീജിയണൽ ഡിസ്പാർട്ടീസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, റീജിയണൽ ഡിസ്പാർട്ടീസ് ഇൻ ഇന്ത്യ ക്യാൻ ബി attributed to historical factors, geographical constraints, unique distributions of natural resources, distance from national markets, lack of basic infrastructure and poor governments എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് ഹൗ ഡസ് ഇന്ത്യ അഡ്രസ് ദ എംപവർമെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിൽ ആൻസർ? ഇന്ത്യ അഡ്രസ്സസ് ദ എംപവർമെന്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ത്രൂ സോഷ്യൽ എംപവർമെന്റ്, economic empowerment and social justice measures
including education, intensive employment program and protective legislation. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 24ാമത്തെ അധ്യായം ഇതോടുകൂടി കഴിയുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് 27ാമത്തെ അധ്യായമാണ്. 27ാമത്തെ അധ്യായത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ്. പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന അധ്യായം അല്ലെ, സമാധാനവും സുരക്ഷിതത്തെ കുറിച്ചുമാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ചാപ്റ്റർ 27 ആണ്, 27ാമത്തെ അധ്യായമാണ്. സമാധാനവും സുരക്ഷിതത്വവും എന്നുള്ള അധ്യായത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, ഡിഫൈൻ പീസ് ആൻഡ് സെക്യൂരിറ്റി. സമാധാനം സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ് സമാധാനം, എന്താണ് സുരക്ഷിതത്വം നോക്കാം. പീസ് റെഫേഴ്സ് ടു സ്റ്റേറ്റ് ഓഫ് ഹാർമണി അമിഡ്സ്റ്റ് ഡിസ്റ്റർബൻസസ്, വിൽ സെക്യൂരിറ്റി എൻറ്റൈൽ ഫ്രീഡം ഫ്രം ത്രെഡ്സ് ആൻഡ് ഫിയർ. അല്ലേ, സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏകത്വമാണ്, ഹാർമണിയാണ്. മാത്രമല്ല എന്നാൽ അങ്ങനെ പറഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റൈൽ ഫ്രീഡം ഫ്രം ത്രെഡ്സ് ആൻഡ് ഫിയർ, നമ്മളെ പേടിപ്പെടുത്തുന്ന, നമുക്ക് ഭീഷണിയായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യമാണ്. നമുക്കൊരിക്കലും എന്തുണ്ടാകാൻ പാടില്ല, ഒരു കോലത്തിലും ഭീഷണി ഉണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എൻഷുവറിംഗ് സേഫ്ലി ടു അറ്റ് വേരിയസ് ലെവൽ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇന്റർനാഷണൽ. അല്ലേ, വ്യക്തികൾ മുതൽ ഇന്റർനാഷണൽ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് അവൈലബിൾ ആണ്. ഈ ഒരു കാര്യം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സെക്കൻഡ് പെയിന്റിംഗ് ഇൻ ഡെപ്റ്റിംഗ് പീസ് എന്നുള്ളതാണ്. ദ സെക്കൻഡ് പെയിന്റിംഗ് ചോസൺ ബൈ ദ കിങ് symbolizes peace and maintaining calm amidst turmoil, illustrating inner tranquility amidst external chaos എന്നുള്ളതാണ്. ദെൻ അതിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു പീസ് ആൻഡ് സെക്യൂരിറ്റി റിലേറ്റ് ടു ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്. നമ്മളുടെ ജനാധിപത്യത്തെയും വികസനത്തെയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പീസ്, സമാധാനം എന്ന് പറയുന്നത്. സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ നമ്മളുടെ ഡെമോക്രസിയെയും നമ്മളുടെ ഡെവലപ്മെന്റിനെയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? പീസ് ആൻഡ് സെക്യൂരിറ്റി ആർ പ്രീ റിക്വസ്റ്റ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ഡെമോക്രസി ആൻഡ് ദ പ്രോഗ്രസ് ഓഫ് ഡെവലപ്മെന്റ്. അല്ലേ, ഒരു വികസനം ഉണ്ടാവണമെങ്കിൽ, മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ജനാധിപത്യം കാത്തു സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വികസനം അധികമായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമാധാനവും സുരക്ഷിതത്വവും അത്യാവശ്യമാണ്. മാത്രമല്ല അതിൽ തന്നെ വിത്തൗട്ട് പീസ്, സമാധാനം ഇല്ലാതെ തന്നെ ഡെമോക്രാറ്റിക് പ്രോസസ് ഫാൾട്ടർ, അല്ലെ, നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സുകളൊക്കെ താറുമാറാകും. ആൻഡ് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ആർ ഹൈൻഡഡ് ബൈ ഇൻസ്റ്റബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ആർ സം ട്രഡീഷണൽ ആൻഡ് ന്യൂ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് പീസ് ആൻഡ് സെക്യൂരിറ്റി. അതിന് ആൻസർ പറയുന്നത്, ട്രഡീഷണലി പീസ് ആൻഡ് സെക്യൂരിറ്റി ഓൺ മിലിറ്ററി ത്രെഡ്സ്, വിൽ ദ മോഡേൺ പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ്സ് ബോർഡേഴ്സ് ഡേഞ്ചേഴ്സ് ലൈക്ക് ടെററിസം, എക്കണോമിക് ഡിസ്പാർട്ടീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ളത്. ദെൻ അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ടെററിസം പോസ് എ ത്രെറ്റ് ടു പീസ് ആൻഡ് സെക്യൂരിറ്റി. ടെററിസം എങ്ങനെയാണ് നമ്മളുടെ സമാധാനത്തിനും സുരക്ഷിതത്തിനും ഭീഷണിയാവുന്നത് എന്നുള്ളതാണ്. അല്ലെ, ടെററിസം ഇൻ ഇന്ത്യ എക്സംപ്ലിഫൈഡ് ബൈ ദ ഇവന്റ്സ് ലൈക്ക് ദ മുംബൈ അറ്റാക്ക്. ഇതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് മുംബൈ അറ്റാക്ക് തന്നെ എടുക്കാം. ടാർഗറ്റ്സ് ദ സിവിലിയൻസ് ടു ക്രിയേറ്റ് ഫിയർ ആൻഡ് ഇൻസ്റ്റബിലിറ്റി, പോസിംഗ് എ സിഗ്നിഫിക്കൻറ്റ് ചലഞ്ച് ടു നാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇൻസർജൻസി ആൻഡ് ഹൗ ഡസ് എഫക്ട് പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് അറിയാം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്. അതിൽ പറയുന്നത്,
Insurgency involves armed rebellion against the government, often fueled by political or socio-economic grievance, leading to international strife and threatening peace and security. ഇതെല്ലാം നമ്മളുടെ സുരക്ഷിതത്തിനും സമാധാനത്തിനും ഭീഷണിയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. എക്സ്പ്ലെയിൻ ദ നക്സലൈറ്റ് മൂവ്മെന്റ് ആൻഡ് ദ ഇമ്പാക്ട് ഓൺ ദ പീസ് ആൻഡ് സെക്യൂരിറ്റി. നക്സലൈറ്റ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ആളുകളാണ്. എക്കണോമിക് എംപവർമെന്റ് ഓഫ് വുമൻ ഇൻ ഇന്ത്യ ഇൻവോൾവ്സ് പോവർട്ടി ആൻഡ് eradication programs, access to training and employment opportunities, support in industrial sector, and the provision to support services like child care facilitate എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ അതിൽ 8ാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിഫർ ഫ്രം എക്കണോമിക് ഡെവലപ്മെന്റ്. അല്ലേ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഫോക്കസസ് ഓഫ് എക്സ്പാൻഡിങ് പീപ്പിൾസ് ചോയ്സ് ഇൻ ഇൻവോൾവിംഗ് ദെയർ ലൈവ്സ് അക്രോസ് വേരിയസ് ഡിമെൻഷൻസ് ബിയോണ്ട് ജസ്റ്റ് ഇൻകം, വെയറാസ് എക്കണോമിക് ഡെവലപ്മെന്റ് പ്രൈമർലി എംഫസൈസ് ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് വെൽത്ത്. അല്ലേ, ഇതൊക്കെ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ഇൻകം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന അവസാനത്തെ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ് സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ എക്സാമിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ ചോദിക്കുക. താങ്ക് യു ടു ഓൾ.